പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ചതൊന്നും. അപ്പോൾ എല്ലാം വളരെ. ഹലോ, എന്തൊക്കെ ടൈപ്പ് മനുഷ്യന്മാരാണ് അല്ലേ നമുക്ക് ചുറ്റും. എന്തൊക്കെ കണ്ടു വേണം ഈ ജീവിതം ഒന്ന് അവസാനിക്കാനായിട്ട്. 10, 60, 70, 80 വയസ്സ് വരെയൊക്കെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതിനിടയ്ക്ക് എത്ര ടൈപ്പ് മനുഷ്യരാണ് കാണാൻ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇവ 2 ദിവസം മുമ്പാണ് നമ്മൾ കണ്ടത് ലാലേട്ടൻ യൂണിഫോം ഇട്ട് വയനാട്ടിൽ ചെന്നെന്നും പറഞ്ഞ് ചില ചെകുത്താന്മാർ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ ചെകുത്താന് പണ്ട് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ശനിദശ പോലെ എന്തോ ദൈവത്തെ കണ്ട ചെകുത്താന്റെ ഒരു ഫീലാണ് കക്ഷിക്ക് അപ്പോഴേ കുരുപൊട്ടും. പിന്നെ അവനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, വേറെ പണിയൊന്നും അറിയത്തില്ല, മറ്റുള്ളവരെ തെറി വിളിച്ച് ജീവിക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ ലാലേട്ടനെ പോലെ അറിയുന്ന ഒരു വ്യക്തിത്വത്തെ തെറി വിളിച്ചു കഴിഞ്ഞാൽ 4 ആൾ അവനെ ശ്രദ്ധിക്കും, അങ്ങനെ അവൻ റീച്ച് കിട്ടും, അങ്ങനെ അവന് കാശും കിട്ടും. അത് തന്നെയാണ് അവന്റെ പരിപാടി. ഇത് തന്നെയാണ് അവൻ ബാലയെടുത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ബാലയുമായിട്ട് എന്തൊക്കെ കോംപ്രമൈസിലായെന്ന് തോന്നുന്നു. അവസാനം കാശ് മേടിച്ചിട്ടാണോ എന്തോ, അവൻ കാശ് മേടിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ, ഒരു വോയിസ് ഒക്കെ നമുക്ക് ലീക്കായി കണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ചെകുത്താന്മാർ ചുറ്റുമുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ചെകുത്താനെ പറ്റിയാണ്. ചെകുത്താനാണോ അവന്റെ മനസ്സിൽ ചെകുത്താൻ കൂടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. എന്തായാലും 3 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ചതൊന്നും. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി. ഞങ്ങളെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ, നഖം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. 13 അംഗ കുടുംബം. അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി. മകളടക്കം 8 പേർ എവിടെയെന്നറിയില്ല. ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തി. ഒരു കുഞ്ഞ് മിസ്സായ കേസാണ്. കുഞ്ഞിന്റെ വാപ്പ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ആ വാർത്തയ്ക്ക് അടിയിൽ വന്നാണ് ഇവൻ ഈ കമന്റ്, ഇവൻ ഈ എക്സ്പ്രഷൻ ഇടുന്നത്. അവൻ ചിരിച്ചു മറിയുകയാണ്. കുറ്റം അവന്റെ അല്ല, അവന്റെ അച്ഛന്റെ അമ്മയുടെ ആണെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാമായിരുന്നു ഇങ്ങനൊരു സന്തതിയാണ് പിറക്കാൻ പോകുന്നതെന്ന്. അതറിഞ്ഞിരുന്നെങ്കിൽ അങ്ങേര് അന്നേ മുണ്ടിൽ തുടച്ച് കളഞ്ഞേനെ. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയാത്തത് കൊണ്ട് ജനിച്ചു പോയതാവും. ഞാൻ ആലോചിക്കുന്ന അവരുടെ കഷ്ടകാലമാണ്. ഇങ്ങനൊരു സന്താനം ഉണ്ടെങ്കിൽ അവരുടെ കഷ്ടപ്പാട് എന്തായിരിക്കും, അവരുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വേണമെങ്കിൽ അവരെ കൊന്നും വേണമെങ്കിൽ ഇവൻ റീച്ച് ഉണ്ടാക്കും, കണ്ടന്റ് ഉണ്ടാക്കും. പക്ഷെ അതേസമയം തന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഇവന് മാനസികമായ എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. ഇപ്പോൾ അവന്റെ ഫേസ് എക്സ്പ്രഷനും അവന്റെ ആ ബോഡി ലാംഗ്വേജും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾക്കോ സൈക്കാട്രിസ്റ്റുകൾക്കോ ഒക്കെ പറയാൻ സാധിക്കുമായിരിക്കും അവന് എന്തോ പ്രശ്നമുണ്ട്, അവന് മാനസികമായ പ്രശ്നമുണ്ട്. അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് മിസ്സായ കേസിന് അടി വന്നിട്ട് അവന് ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ഇൻഹ്യൂമൻ ആണ്. അത് സാധാരണ ഒരു മനുഷ്യന് പറ്റില്ല. ഒരുത്തന്റെ തലച്ചോറ് നേരെ ചൊവ്വയുള്ള കണ്ടീഷനിലാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനോ ഇങ്ങനെ പ്രവർത്തിക്കാനോ പറ്റില്ല. എത്രയൊക്കെ റീച്ചിന് വേണ്ടിയാണെങ്കിലും, റീച്ചിന് വേണ്ടി മറ്റുള്ളവരെ തെറി വിളിക്കാം, മറ്റുള്ളവരായിട്ട് അടി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈവൻ ഇപ്പോഴല്ല തുടങ്ങി കേട്ടോ. ഇതിനു മുമ്പ് അർജുന്റെ വീഡിയോക്ക് താഴെയും ഇതുപോലെ ഒരു പരിപാടി, കുറേയധികം പരിപാടികൾ ചെയ്തായിരുന്നു. ഇവന്റെ ചാനലിന്റെ പേര് റിനോയ് ലവ് എന്നാണ്. അപ്പോൾ ആ അർജുന്റെ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. ഹലോ ഗൈസ്, ഇത് ഡ്രൈവർ അർജുൻ. ആ പൊട്ട് അവന്റെ നെറ്റിയിൽ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചുകൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചാൽ കമന്റ്. ഹലോ ഗൈസ്, ഉരുൾപൊട്ടലിൽ കാണാതായ അർജുന്റെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചാൽ കമന്റ് ചെയ്യൂ. അതെ, ഈ അർജുന്റെ വീഡിയോയിലും അർജുന്റെ ഫോട്ടോ വെച്ചിട്ട് അർജുന്റെ നെറ്റിയിൽ പൊട്ട് വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ മറ്റു പല അനാവശ്യങ്ങളും ചോദിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ടത്ര റീച്ച് കിട്ടാത്തതുകൊണ്ടാണോ എന്തോ അവൻ ഈ വയനാട് ദുരന്തവും ഇവനെ സംബന്ധിച്ചൊരു ചാൻസ് ആയിട്ട് മാറി. അപ്പോഴാണ് ഇവൻ കൂടുതൽ പേരിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇന്നലെ മുതൽ കുറെ യൂട്യൂബേഴ്സ് ഇവനെ എടുത്തിട്ട് അലക്കുന്ന കണ്ടു. യാതൊരു പ്രയോജനവും ഇല്ല. ഇവന്റെ പ്രശ്നമെന്ന് വെച്ചാൽ മാനസികമാണ്. അതിന് മെഡിസിൻ ആണ് ആവശ്യം. എല്ലാവർക്കും ഈ മാനസിക പ്രശ്നമുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലരെ എടുത്തിട്ട് ഉടുക്കും, ചിലർ അവനെ വാരി ഭിത്തിയിലൊട്ടിക്കും. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും സമാധാനിക്കാം. അങ്ങനെയെങ്കിലും മകൻ ചിലപ്പോൾ നേരെയാവും. അതല്ലെങ്കിൽ അവന് പക്ക ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെ വേണം. ഒരു വീഡിയോ കൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അത് മാത്രം മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ എവിടൊക്കെ ഇരുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള്, ഒരുപാട്. അതിനെല്ലാം കിട്ടി. എല്ലാത്തിനും കിട്ടി. ഒന്നുമില്ല.
സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഉണ്ണിമാഷ് തന്റെ വേദന പങ്കുവയ്ക്കുകയാണ്. അത് കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്തായാലും വേദന വരും, എന്തായാലും വിഷമം തോന്നും. ഒട്ടും കണ്ണിൽ ചോരയില്ലാത്ത, ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരുത്തനാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം മക്കളെ പോലെ സ്നേഹിച്ച വിദ്യാർത്ഥികളാണ് മണ്ണിനടിയിലായിരിക്കുന്നത്. അദ്ദേഹത്തിന് അവരെ ഇനി കാണാൻ സാധിക്കില്ല. അവർ അദ്ദേഹത്തിനോടൊപ്പം പാട്ട് പാടിയതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. അവർ ഒരു വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വിജയിച്ച ശേഷം തിരിച്ചു വരുന്ന, ഒരു ജാഥയായിട്ട് തിരിച്ചു വരുന്നു, ഉണ്ണിമാഷൻ കുട്ടികളോ എന്ന് പറഞ്ഞ ബാനറൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വേദന പങ്കുവയ്ക്കുമ്പോൾ അതിലും ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് സാധാരണ മനുഷ്യന്റെ ബ്രെയിൻ അല്ല, പന്നിയുടെയോ മറ്റു ബ്രെയിൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവന്റെ തലച്ചോറിന് വേറെന്തോ പ്രശ്നമുണ്ട്, ഇവന് മാനസിക ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് തീർച്ച. അതല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവൻ വരുന്നില്ലെങ്കിൽ കെട്ടിയിട്ടെങ്കിലും കൊണ്ടുപോകണം, അയലത്തുകാരുടെ സഹായം മേടിച്ചോളൂ. അതല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ മതി, നാട്ടുകാർ വരും ഇവനെ കൊണ്ടുപോകാൻ. കാരണം നാട്ടുകാരുടെയും കൂടെ ആവശ്യമാണ് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഇവനൊരു വലിയ പബ്ലിക് ന്യൂസൻസ് ആയിരിക്കും. മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശല്യമായിരിക്കും ഇവൻ കൂടുതൽ വളർന്നു വരുമ്പോൾ ഉണ്ടാവുക. ഇനി ഞാൻ അറിഞ്ഞതനുസരിച്ച് ഇവന് 10-29 വയസ്സുണ്ട്. 29 വയസ്സായിട്ടും അവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവൻ കൂടുതൽ വയസ്സാവുന്നതനുസരിച്ച് അവന് ഈ പ്രശ്നം കൂടിക്കൂടി വരികയുള്ളൂ. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവൻ നേരെ അറ്റ്ലീസ്റ്റ് അടങ്ങി ഒതുങ്ങി കഴിയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ചു കാലത്തേക്ക് അവൻ അകത്ത് കിടക്കട്ടെ. പുറത്ത് നടന്നിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവന് നിങ്ങൾക്കോ നാട്ടുകാർക്കൊരു ഭാരവും വീട്ടുകാർക്കൊരു ശല്യവുമായിട്ടായിരിക്കും ഇവനൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവൻ കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ടും പ്രശ്നമില്ല. ഇത്തരം മാനസികാരോഗ്യത്തിന് പ്രശ്നമുള്ളവർ സമൂഹത്തിൽ ഇറങ്ങിയാൽ സമൂഹത്തിന് വളരെ പ്രശ്നമാണ്. പെൺകുട്ടികൾക്കൊക്കെ വഴി നടക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു റോഡിലുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇവന്റെ അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയലത്തുകാരെ നാട്ടുകാരെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ഇവനെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ. അതല്ല അവൻ ട്രീറ്റ്മെന്റിൽ നിന്ന് ചാടി വന്നതാണെങ്കിൽ അവിടെ അടച്ചിട്ട് വേണം ചികിത്സിക്കാൻ. കാരണം അവന് കൃത്യമായ മാനസിക പ്രശ്നമുണ്ട്. അതല്ലെങ്കിൽ എത്ര റീച്ച് വേണമെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള അനാവശ്യം കാണിക്കില്ല. പരസ്പരം തെറിവിളിച്ച് റീച്ച് ഉണ്ടാക്കാം, പരസ്പരം ഓൺലൈൻ അടി ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാം. അതൊക്കെ കുഴപ്പമില്ല, രണ്ടുപേർക്കും റീച്ച് കിട്ടുന്ന പരിപാടിയാണ്. അത് രണ്ടും ജീവനോടുള്ള ആൾക്കാരാണ് പരസ്പരം സംസാരിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാനും പറ്റും. അത് കുഴപ്പമില്ല. നമ്മൾ പല ഓൺലൈൻ അടികളും കണ്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണമാണ്. അത് രണ്ടുപേർക്കും റീച്ച് കിട്ടുന്ന പരിപാടിയായതുകൊണ്ട് കാണുന്നവർക്ക് ഒരു രസം. അവർ അടിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കൊരു രസം. ആ അടി കൊണ്ട് അവർക്ക് റീച്ച് ഉണ്ടാകുമ്പോൾ അവർക്കും രസം, അവർക്കും കാശ് കിട്ടുന്നുണ്ടല്ലോ. ഇതങ്ങനെയാണോ? മരണത്തെ വരിച്ച ആൾക്കാരെ കളിയാക്കുകയാണ് ഇവൻ. അതിനർത്ഥം ഇവനെപ്പോലൊരു നികൃഷ്ട ജീവി വേറെ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നാണ്. ആ നികൃഷ്ട ജീവി ഇവനാവാൻ കാരണം അവന്റെ ഉള്ളിലുള്ള മാനസിക പ്രശ്നമാണ്. അവന്റെ ഉള്ളിലൊരു നാഗവല്ലി ഉറങ്ങിക്കിടപ്പുണ്ട്. അവനെ കൊണ്ടുപോയി തളച്ചിടുക, അതല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുക. പണ്ടായിരുന്നെങ്കിൽ ഇലക്ട്രിക് ഷോക്കോ നെല്ലിക്കാത്തളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല ആധുനിക മെഡിസിൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അല്ല, സമൂഹത്തിന്റെ ആവശ്യമാണ്. പ്ലീസ്